ആളുകൾ തങ്ങളുടെ കൈവശമുള്ള സ്വർണം ഒരു നിക്ഷേപം എന്ന നിലയിൽ ജ്വല്ലറികൾ നൽകുന്നു. ആ വ്യാപാരി ഇത്തരത്തിലുള്ള നിക്ഷേപം ലോൺ എന്ന നിലവിൽ രേഖപ്പെടുത്തുകയും അതിന് പലിശ നൽകുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ നിയമപ്രകാരം ലാഭം മുതലാളിമാർക്കുള്ളതാണ്. നിക്ഷേപിക്കുന്ന ആളുകൾക്ക് ലാഭം നൽകിയാൽ അത് ബിസിനസ് ചെലവിൽ നിന്ന് കുറക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അവർ അധിക നികുതി നൽകേണ്ടി വരും. ഇത്തരം അവസ്ഥയിൽ വ്യാപാരി താൻ സ്വീകരിച്ച നിക്ഷേപകർക്ക് പലിശ എന്ന പേര് നൽകുന്നു. ഇതിൻ്റെ വിധി എന്താണ് എന്ന് ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ നിക്ഷേപം തന്നെ ശരിയാണോ ഇല്ലയെന്നാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. താങ്കളാണെന്നുണ്ടെങ്കിൽ ഒരു ജ്വല്ലറി ഉടമയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ സ്വർണം നിക്ഷേപിക്കുകയാണ്. അപ്പോൾ നിങ്ങളോടുള്ള കണ്ടീഷൻ മാസം മാസം ഇത്ര രൂപ തരണം. അതല്ല എങ്കിൽ ബിസിനസ്സിൻ്റെ വളർച്ചയും തോതൊക്കെ അനുസരിച്ച് മാസം മാസം കണക്ക് നോക്കുകയാണെങ്കിൽ ഏറെ കുറവായിക്കൊണ്ട് ഇങ്ങനെ ലാഭം കിട്ടണം. ഇനി ഞാൻ ബിസിനസ്സിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്വർണം തിരിച്ചു കിട്ടണം. എത്രയാണോ നിക്ഷേപിക്കുന്നത് അത് തിരിച്ചു കിട്ടണം എന്ന കണ്ടീഷനിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അത് ഹറാമാണ്. അവിടെ ലാഭത്തിന് പകരം പലിശ എന്നിവിടെ ചിലപ്പോൾ ഇൻകം ടാക്സിനെ വെട്ടിക്കാൻ വേണ്ടിയായിരിക്കും എഴുതേണ്ടത് എങ്കിൽ പോലും അത് പലിശ തന്നെയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിൽ വരുമ്പോൾ അത് പലിശ തന്നെയാണ്. കാരണം നമ്മൾ കൊടുത്ത വസ്തു എത്രയാണോ അത് തന്നെ തിരിച്ചു കിട്ടണമെന്ന് നമുക്ക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് കടമാണ്. കടത്തിൽ വരില്ല, അങ്ങനെയാണ്. കൊടുത്ത വസ്തു അതുപോലെ തിരിച്ചു കിട്ടണമെങ്കിൽ കടമാണ്. അങ്ങനെ കടമാണ് എങ്കിൽ എത്രയാണോ കൊടുത്തത് അത്ര തിരിച്ചു വാങ്ങാൻ പറ്റുള്ളൂ. അതിനേക്കാൾ കൂടുതലൊന്നും വാങ്ങാൻ പറ്റില്ല. കുല്ലു കർലിൻ ജറ നഫ്അൻ ഫഹുവ റിബ. ഇത് ഫിഖ്ഹിലെ പ്രസിദ്ധമായൊരു ഖായിദയാണ്, അടിസ്ഥാന തത്വമാണ്. കടത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും അത് പലിശയായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുക. അപ്പോൾ ഇതാണ് ആ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഷെയർ, സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു ബിസിനസ്സൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഷെയർ എത്രയാണ്, ഇത്ര ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ ഇത്ര പവനാണെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ നമ്മൾ കൊടുത്തതാണ്. അങ്ങനെ കൊടുക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമാണ് നമ്മൾ ഈ പറഞ്ഞ ക്യാഷ് അതല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് പിന്നീട് തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ ബിസിനസ്സിൻ്റെ വളർച്ചയും തളർച്ചയൊക്കെ നോക്കി താൻ എത്ര ശതമാനം ഷെയറാണ് അതല്ലെങ്കിൽ എത്ര ഷെയറാണ് തൻ്റെ കൈവശം ഉള്ളത് ആ ഷെയർ വാല്യൂ ആണ് തിരിച്ചു വാങ്ങേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ 10 പവൻ കൊടുത്തിട്ടായിരിക്കും ഷെയറിൽ കൂടിയിട്ടുണ്ടാകുക. ബിസിനസ് വലുതായി ആ 10 പവൻ എന്നുള്ളത് ചിലപ്പോൾ 1 പവനായിരിക്കും ഒരു ഷെയർ എന്ന് വിചാരിക്കാം. അത് വലുതായി ചിലപ്പോൾ അതിൻ്റെ മൂല്യം കൂടി അതിപ്പോൾ 100 പവൻ വരെ എത്തിയിട്ടുണ്ടാവും ഷെയർ വാല്യൂ കൂടിയതുകൊണ്ട്. അപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടേണ്ടത് 100 പവനാണ്. അതല്ലെങ്കിൽ ബിസിനസ് തളർന്നതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത് എനിക്ക് കിട്ടുക 10 പവൻ കൊടുത്ത് എനിക്ക് 5 പവനാണ് കിട്ടുന്നത്. അപ്പോൾ വർഷം ഇതിൻ്റെ ലാഭവും നഷ്ടമൊക്കെ നോക്കിയിട്ട് ഒരു നിശ്ചിത തുക ലാഭമെന്ന് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം വരുന്നില്ല. കാരണം എൻ്റെ മൂലധനത്തിലും വളർച്ചയും തളർച്ചയും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ മൂലധനത്തിൽ വളർച്ചയൊന്നും ഉണ്ടാകുന്നില്ല, അതേപോലെ തന്നെ മൂലധനത്തിന് യാതൊരു രൂപത്തിലുള്ള തളർച്ചയും ഉണ്ടാകുന്നില്ല. ഏത് സമയത്ത് വേണമെങ്കിലും തിരിച്ചെടുക്കാം. പക്ഷേ ചില കണ്ടീഷനുകൾ ചില സ്ഥലങ്ങളിൽ പറയാറുള്ളത് തിരിച്ചെടുക്കുന്നതിന് ഒരു 3 മാസം മുമ്പ് എന്താക്കണം, ഞങ്ങളെ അറിയിക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇത്തരം കച്ചവടങ്ങളാണ് എങ്കിൽ, സാധാരണഗതിയിൽ നാട്ടിൽ നടക്കാറുള്ള ഞാൻ നേരത്തെ ഒന്നാമത് പറഞ്ഞ രീതിയിലുള്ള കച്ചവടമാണ്. ആ രൂപത്തിലാണ് എങ്കിൽ അത് പലിശ തന്നെയാണ്. പലിശ എന്ന് മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എഴുതിയത് ആണെങ്കിൽ പോലും ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം നോക്കുകയാണെങ്കിൽ പലിശയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളതല്ല, അത് ഹറാം തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹറാമിൽ നിന്ന് പോഷണം ലഭിച്ചിട്ടുള്ള മാംസം അത് ഏറ്റവും അർഹതയുള്ളത് നരകത്തിലേക്കാണ് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. ദുനിയാവിലെ കേവലം ലാഭങ്ങൾ കണ്ട് പണം ഇരട്ടിപ്പിക്കുക എന്ന ചിന്തയോടുകൂടി ഇത്തരം ഏർപ്പാടുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പരലോകമാണ് നഷ്ടപ്പെടുന്നത് എന്ന ബോധം എപ്പോഴും ഉണ്ടാകണം എന്നത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.